ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെട്രോ ക്രിയേറ്റീവ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഒരു സംഭവം കണ്ട, ഇതിന് പഫ് എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബലൂത്തിൻ്റെ ഉള്ളിൽ ഐസോളും ഐസോസൈനൈറ്റ് എന്ന് പറഞ്ഞ രണ്ട് ലിക്വിഡുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നുണ്ട് പഫ്. അപ്പോൾ ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ, തെർമോക്കോൾ പോലെ തന്നെയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അടിപൊളി ഒരു ക്രാഫ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബലൂത്തിൽ നമ്മൾ ഐസോളും ഐസോസൈനൈറ്റും ഒഴിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഈ കാണുന്നത്. പഫ് എന്ന മെറ്റീരിയലാണത്. ബലൂത്തിൽ ഒഴിച്ചതിൻ്റെ പേരിലാണ് നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടിയത്. അപ്പോൾ ഞാനത് ബലൂത്തിൽ ഒഴിക്കേണ്ട ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാനൊരു ദിനോസറിൻ്റെ ഒരു എഗ്ഗായിട്ടും അതുപോലെ തന്നെ എഗ്ഗിൽ നിന്നൊരു ദിനോസർ വിരിഞ്ഞ് വരുന്ന ഒരു ഫിഗറാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്രത്തോളം കറക്റ്റ് ആവും എന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഐസോളും ഐസോസൈനൈറ്റും, അതായത് അത് രണ്ട് ലിക്വിഡുകൾ. ഐസോൾ നമ്മൾ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടും വളരെ സ്മൂത്തായിട്ടും നല്ല ഫിനിഷിങ്ങോട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. ഒരുപാട് ആർട്ട് വർക്കുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. സെയിം തെർമോക്കോളിൻ്റെ വെയിറ്റ് തന്നെ ഇതിനുണ്ടാവുള്ളൂ. ഒട്ടും വെയിറ്റ് ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ നമുക്കിത് ടിന്നർ ബേസ് ആയിട്ടുള്ള പെയിന്റുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു റിയാക്ഷൻ ഉണ്ടായില്ല, യാതൊരു കംപ്ലൈന്റും വരില്ല. അതുപോലെ തന്നെ നമുക്ക് വീടിനൊക്കെ ഇടുന്ന പുട്ടി, അതുപോലെ വണ്ടിക്ക് ഇടുന്ന പുട്ടി, എല്ലാം പുട്ടികളും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. യാതൊരു കുഴപ്പവും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എഗ്ഗിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിനോസറിൻ്റെ ഒരു എഗ്ഗ്, അതിൽ നിന്നൊരു ദിനോസർ വരുന്നൊരു ഫിഗറാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഉണ്ടാക്കുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന് ഉപയോഗിക്കുന്ന പുട്ടി ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ വാൾപുട്ടി തന്നെയാണ്. സിമെൻറ്റ് ബേസ്ഡ് പുട്ടിയാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഉറച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പുട്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ദിനോസറും ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോൾ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ ഒരു സംഭവമൊന്നും അല്ല അത്. അപ്പോൾ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്.
ഈ ഒരു എഗ്ഗ് കണ്ട ഈ ഒരു കളറാണ് കേട്ടോ നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കളർ നമ്മൾ NC പെയിന്റിൽ മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കടയിൽ വന്നൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടി വന്നപ്പോൾ ഞാനൊരു കരിങ്കോയുടെ എഗ്ഗും കൂടി വാങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ആ കളർ കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ ഞാനത് പെയിന്റ് കടയിൽ നിന്ന് അവർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൽ നിന്ന് ആ പെയിന്റ് മിക്സ് ചെയ്ത് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളർ കൂട്ടിയെടുക്കുന്നത് കണ്ടില്ലേ, യെല്ലോ അതുപോലെ തന്നെ വൈറ്റ് പിന്നെ കുറച്ച് റെഡ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആകെ 60 രൂപ മാത്രം ചിലവ് വന്നിട്ടുള്ളൂ 100 ml പെയിന്റ് എടുത്തപ്പോൾ. അപ്പോൾ സെയിം കളറായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ അടിക്കാം. ഓക്കെ, അപ്പോൾ മറ്റുള്ള കളറുകളും ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഫേസിനൊക്കെ വാങ്ങിക്കുന്നത് ഞാൻ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ യെല്ലോ റെഡ് വാങ്ങിയിട്ടുണ്ട് കണ്ണിന് അടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്കും ഈ യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഗ്രീൻ കളറിലേക്കാണ് കിട്ടുന്നത്. ഇതേപോലത്തെ ഒരു ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ അതറിയാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻറ്റ് NC പെയിൻ്റ് ആണ്, ടിന്നർ ബേസർ ആണ്. അപ്പോൾ നമുക്ക് ടിന്നർ ബേസർ പെയിൻ്റ് ഒന്നും ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് യാതൊരു തരത്തിലുള്ള കുഴപ്പവും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ വാൾപുട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു അണ്ടർ കോട്ടായിട്ട് നമ്മൾ സർപ്രൈസറൊക്കെ അടിക്കുന്നതിനേക്കാൾ മുൻപ് ഒരു കോട്ട് സീലർ അടിക്കുകയാണെങ്കിൽ, സീലർ വുഡിനൊക്കെ അടിക്കുന്ന സീലർ ഒരു കോട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ പെയിൻറ്റ് നല്ല ലൈഫ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അത് എൻ്റെ ഒരു വർക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അത് നല്ലൊരു സെറാമിക് ഫിനിഷിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് അതിനുശേഷം നമുക്ക് എഗ്ഗിന് നമുക്ക് കൂട്ടി വാങ്ങിക്കൊണ്ടുള്ള പെയിൻറ്റ് നമുക്ക് കംപ്രസർ വെച്ചിട്ട് അടിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിനോസറിൻ്റെ ഹെഡിന് നമ്മൾ ഒരു ക്ലിയർ അടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷം ഒരു ക്ലിയർ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാം കാണും. ദിനോസറിന്റെ ഒരു എഗ്ഗിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാടൻ കരിങ്കോഴിയുടെ മുട്ട കൊടുത്തിട്ട് അതിന്റെ കളറിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കളറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അപ്പൊ ദിനോസറിന്റെ മുട്ടയുടെ കളർ എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. അപ്പൊ എന്തായിരുന്നാലും നമുക്കപ്പോ ഈ ഒരു കടലാസ് ഹൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ദിനോസറിനെ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ തുറന്നു നോക്കാൻ വേണ്ടി പോകേണ്ട. ഓക്കെ, തുറക്കല്ലേ നമുക്ക് വാടേ. ഫസ്റ്റ് തന്നെ അമ്മ ഈ കടലാസാണ് ഇരിക്കാൻ പിടിക്കുന്നത്. ഒരിടത്ത് വന്നിട്ട് ഇവിടെ ഇവിടെ. അപ്പൊ അമ്മ തുറക്കാൻ പോണ്. ഇതെന്തുട്ടാന്ന് മനസ്സിലായി സംഭവം? ദിനോസറിന് അറിയോ? കണ്ടിട്ടുണ്ടോ? പറയല്ലേ ഇഷ്ടമാണ്.
അയ്യോ പൊട്ടിയടാ അഞ്ചു അപ്പൊ കുറച്ച് ടച്ച് ചെയ്യാണ്ട് കേട്ടോ, കുറച്ച് കളർ ടച്ച് ചെയ്യാണ്ട് പേപ്പർ ഇട്ടപ്പോ നമുക്ക് ആ ടച്ച് എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ ഇല്ലേ? ഓക്കെ അല്ലേ? വീഡിയോ ഉണ്ടോ? വീഡിയോ ഉണ്ടോ നിനക്ക്? അവൻ കൊടുക്കാം പിടിക്കട്ടെ. താഴ്ത്തിടരുതിട്ടാ, നിലത്തി വിടരുത്.